ഹലോ. ഇന്ന് നമ്മൾ NCERT ടെക്സ്റ്റിലെ പേജ് നമ്പർ 19 എക്സാമ്പിൾ 2.2 ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. സോ നമുക്ക് ഓരോ സെൻറ്റൻസും നോക്കിയിട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കാം. എ മാൻ വിഷസ് ടു എസ്റ്റിമേറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് എ നിയർ ബൈ ടവർ ഫ്രം ഹിം. ഹി സ്റ്റാൻഡ്സ് അറ്റ് എ പോയിന്റ് എ in front of the tower C and spot a very distant object O in line with AC. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. ഒരു ആള് പോയിന്റ് എയിൽ നിൽക്കുകയാണ്. അയാൾ എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ സി എന്ന് പറയുന്ന ടവറിൻ്റെ നിയർ ബൈ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പോയിന്റ് സി, ഇത് പോയിന്റ് എ. അപ്പോൾ ഈ ടവറിന് അരികെയാണ് അയാൾ നിൽക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പോയിന്റ് നമുക്ക് രണ്ട് പോയിന്റും കൂടി ജോയിൻ ചെയ്യാം. പുള്ളിക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് ദ ഡിസ്റ്റൻസ് ഓഫ് എ നിയർ ബൈ ടവർ ഫ്രം ഹിം ആണ്. ഓക്കെ, അപ്പോൾ AC ആണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾക്കിവിടെ. ക്വസ്റ്റ്യനിൽ അത് ഓൾറെഡി ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, AC ആണ് കണ്ടുപിടിക്കേണ്ടത്. അതവിടെ നിൽക്കട്ടെ, നമുക്കത് പിന്നീട് നോക്കാം. പിന്നെ ഇവിടെ നിന്നുകൊണ്ട് ഇയാൾ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റ്, ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ സ്പോട്ട് ചെയ്യുന്നുണ്ട് വിത്ത് ഇൻ ലൈൻ എ. ഓക്കെ, ഇൻ ലൈൻ എയിൽ ഒരു ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ അയാൾ സ്പോട്ട് ചെയ്യുകയാണ്. അതിന് O എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഹി ദെൻ walks perpendicular to AC up to B, a distance of 100 meter, and looks at O and C again. പിന്നെ ഇയാൾ ഒരു 100 മീറ്റർ മുന്നോട്ട് നടന്നു. എങ്ങനെയാണ്? ACക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇയാൾ മുന്നോട്ട് നടക്കുന്നത്. എന്നിട്ട് 100 മീറ്റർ ആയ ഒരു പോയിന്റ് B എന്ന് പറഞ്ഞു. ഓക്കെ, അതിനുശേഷം ഇയാൾ എന്താ ചെയ്തിരിക്കുന്നത്? ആൻഡ് ലുക്ക് അറ്റ് O ആൻഡ് C again. എന്നിട്ട് ഇയാൾ ഓയിലോട്ടും സിയിലോട്ടും നോക്കുകയാണ്. ഓക്കെ, ഓയിലോട്ടും സിയിലോട്ടും നോക്കുകയാണ്. ഓയിലോട്ട് നോക്കുന്നുണ്ട്, സിയിലോട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ അവര് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, സിൻസ് O ഈസ് വെരി ഡിസ്റ്റന്റ് ദ ഡയറക്ഷൻ ഓഫ് BO ഈസ് പ്രാക്ടിക്കലി ദ സെയിം ആസ് AO. ഓക്കെ, O എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് പൊസിഷനിൽ നിന്ന് നോക്കുമ്പോഴും O വളരെ സെയിം ആണ്, രണ്ട് ഡയറക്ഷനും സെയിം ആണ്. നമ്മൾ പാരലലാക്സ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ഭൂമിയിൽ നിന്ന് നമ്മൾ സണ്ണിനെയോ മൂണിനെയോ നോക്കുകയാണ്. ഇപ്പോൾ ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ നോക്കുന്നു, എന്നിട്ട് ഒരു 100 മീറ്റർ കഴിഞ്ഞിട്ട് വീണ്ടും സൂര്യനെ നോക്കുമ്പോൾ നമുക്ക് സൂര്യനിൽ ഒരു മാറ്റവും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സിൻസ് O ഈസ് വെരി ഡിസ്റ്റന്റ് ദ ഡയറക്ഷൻ BO ഈസ് പ്രാക്ടിക്കലി ദ സെയിം ആസ് AO. ബട്ട് he finds the line of sight C shifted from the original line of sight by an angle 40 degree. Estimate the distance of the tower C from his original position. ഇനി എവിടെയാണ് വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ, എയിൽ നിന്ന് സിയിലോട്ട് നോക്കിയപ്പം ഒരു ഡിഗ്രി വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. ബിയിൽ നിന്ന് സിയിലോട്ട് നോക്കിയപ്പോൾ he finds the line of sight of C shifted from original line. അതായത് ഒറിജിനൽ ലൈനിൽ നിന്നും C എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തായിട്ട് തോന്നി. ആ ഷിഫ്റ്റ് ചെയ്ത ആംഗിൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഷിഫ്റ്റ് ചെയ്ത ആംഗിൾ ഇസ് 40 ഡിഗ്രി. അപ്പോൾ ബിയിൽ നിന്ന് സിയിലോട്ടേക്ക് നോക്കിയായിരുന്നു. അപ്പോൾ ഇവിടെ ഷിഫ്റ്റ് ചെയ്യപ്പെട്ട ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു 40 ഡിഗ്രി ആണ്. ഓക്കെ, അത് ഞാൻ അവിടെ മെൻഷൻ ചെയ്യുന്നില്ല, തീറ്റ എന്നാണ് പറയുന്നത്. ഇവിടെ തീറ്റ ഈസ് നോൺ ആസ് പാരലലാക്സ് ആണ്, പാരലാക്സ് ആണ്, പാരലാക്സ് ആംഗിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തീറ്റ എന്തായി വരുന്നു? 40 ഡിഗ്രി ആയിട്ട് വരുന്നുണ്ട്. രണ്ട് പാരലൽ ലൈൻസിലെ ആംഗിള്
നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ സി എന്താണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എ സി കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇനി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് we have parallax angle we have parallax angle 40 degree, അതായത് തീറ്റ. ഓക്കെ, അപ്പൊ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ എ സി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഫിഗർ നോക്കാൻ നേരത്ത് നമുക്കൊരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഏതാണ് റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ? ട്രയാങ്കിൾ എ സി ബി. അപ്പൊ നമ്മൾ റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ ഈ ഒരു ആംഗിൾ ആണ് തീറ്റ. ആംഗിൾ എ സി ബി ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ആംഗിൾ എ സി ബി ആണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ റിലേഷൻ നോക്കുകയാണെങ്കിൽ ടാൻ തീറ്റയുടെ റിലേഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. എന്താണ് ടാൻ തീറ്റയുടെ റിലേഷൻ? ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്, ഈ ഒരു ആംഗിളുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എ ബി ആണ്. എ ബി ബൈ അഡ്ജസന്റ് സൈഡ് എ സി. ഓക്കെ, അപ്പൊ ടാൻ തീറ്റ ഈക്വൽ ടു എ ബി ബൈ എ സി. നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എ സി ആണ്. സോ എങ്ങനെ വരും? This can be written as AC equal to AB by tan theta. Okay, നമുക്ക് ഓൾറെഡി എ ബി തന്നിട്ടുണ്ട്, 100 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ. സോ 100 മീറ്റർ. അപ്പൊ ഇവിടെ എന്ത് വരും? എ ബി 100 മീറ്റർ ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ. ഇവിടെ തീറ്റ എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 40 ഡിഗ്രി ആണ്. അപ്പൊ ഇത് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്നത് 100 മീറ്റർ ഡിവൈഡഡ് ബൈ ടാൻ 40യുടെ വാല്യൂ 0.8391 ആണ്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം കിട്ടുന്നത് 119 മീറ്റർ ആണ്. സോ ഡിസ്റ്റൻസ് ഓഫ് എ നിയർ ബൈ ടവർ ഫ്രം ഹിം എന്ന് പറഞ്ഞ ആ ചോദ്യത്തിനുള്ള ആൻസർ എന്ന് പറയുന്നത് 119, അതായത് 119 മീറ്റർ ആണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി, ആൻസറും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് ഇവിടെ ഒരു ടവർ ഉണ്ട്, സി. ടവറിന് നിയർ ബൈ ആയിട്ട് ഒരു ആള് നിൽക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എ സി. എന്നിട്ട് ഇവിടെ നിൽക്കുന്ന ആള് സി എന്ന് പറയുന്ന പോയിന്റിലോട്ടും സ്പോട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ അതായത് നോക്കുന്നു. അതുപോലെ തന്നെ ഒരു ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഓയിലോട്ട് നോക്കുന്നു. അതിനുശേഷം പുള്ളി എ സി എന്ന് പറയുന്ന പോയിന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു 100 മീറ്റർ നടക്കാണ്. 100 മീറ്ററിൽ ആ ഒരു പോയിന്റ് ബി എന്ന് പറയുന്നു. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലോട്ടും അതുപോലെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഓയിലോട്ടും നോക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് അത് നോക്കി ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിലോട്ട് നോക്കിയപ്പം എയിൽ നിന്ന് നോക്കിയപ്പോഴും ബിയിൽ നിന്ന് നോക്കിയപ്പോഴും അതിൻ്റെ പൊസിഷനും ഡയറക്ഷനൊന്നും മാറ്റമില്ല, സെയിം ആണ് പ്രാക്ടിക്കലി തന്നെ. പക്ഷേ സി എന്ന് പറയുന്ന പോയിന്റ് ബിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ, അതായത് ആ ടവറിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടായതായി തോന്നി.
അപ്പോൾ അതൊരു ഹിൻ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ട് AC കാൽക്കുലേറ്റ് ചെയ്യാണ്. അവിടെ അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്ന ആംഗിൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബൈ ആൻ ആംഗിൾ തീറ്റ ഈക്വൽ ടു 40 ഡിഗ്രി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 40 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇവിടെയും 40 ഡിഗ്രി ആയിരിക്കും. അത് വെച്ച് നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? AC-യുടെ ലെങ്ത്, ഓക്കെ, the distance of the tower C from his original position A കിട്ടുന്നു. ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. താങ്ക് യു.